എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് ജൂലൈ 23, 2026 വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വോളിയം പ്രൊഫൈൽ എന്നൊരു ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ടൂള് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് മാർക്കറ്റിലെ വോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. മാർക്കറ്റിലെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ സി ആണെങ്കിലും പി ആണെങ്കിലും അതിനൊക്കെ ഒരു എക്സ്പയറി ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന FIs DIs പോലെയുള്ള പ്ലെയേഴ്സ് മാർക്കറ്റിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം, എവിടെ മാർക്കറ്റിൽ എക്സ്പയറി ആവണം എന്നുള്ള വ്യക്തമായ പ്ലാന് അവർക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും അവരുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊസിഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ക്വാണ്ടിറ്റി മനസ്സിലാക്കുന്നത്, ഓക്കെ, മാർക്കറ്റിൽ ഹെവി ക്വാണ്ടിറ്റി ആണോ സ്മോൾ ക്വാണ്ടിറ്റി ആണോ ട്രേഡ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് മാർക്കറ്റിൽ വോളിയം ബേസ്ഡ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വോളിയം പ്രൊഫൈൽ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ചെറിയ പോയിൻ്റ് അല്ല, വലിയ മാക്സിമം പോയിൻ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യങ്ങൾ. കാരണം നാം വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ലെവൽസ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഗോൾഡിലേക്ക് തന്നെ പോവാം, അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായ കുറച്ച് ലെവൽസുകൾ അല്ലേ. അപ്പോൾ ആ ലെവൽ നിങ്ങൾക്കറിയാം, കണ്ടവർക്കറിയാൻ പറ്റും. ആ ലെവൽ നല്ലപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നാണ് നമ്മൾ ബൈ എടുത്തത്? ഞാൻ വീഡിയോ ഇട്ടത് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വൈകിട്ട് ഒരു 4 മണി 5 മണി ടൈമിലാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ലെവലല്ല, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽ ഏതാണ്? 0.8 to 1.2 എന്നുള്ള ലെവലാണ് അല്ലേ. 0.8 to 1.2 എന്നുള്ള ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. 33 എന്നുള്ള ലെവലിൽ നമ്മളെ വോളിയം പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് ഒരു സെല്ലെടുത്ത ലെവലാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 33-34 ലെവലിലാണ് മാർക്കറ്റ് ഒരു സെല്ല് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് മാർക്കറ്റിൽ സെല്ല് വന്നത്. അതിനുശേഷം ഈ 1 മിനിറ്റ് ക്യാൻഡിലാണ് 0.8 എന്നുള്ള ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാൻഡിൽ പോലും അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. ഈ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് എത്രയാണ്? ബോഡീൻ്റെ ലോ 4110 ഇതിൻ്റെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ 8 എന്നുള്ള ലെവലിൽ നമ്മൾ 9ലാണ് എടുത്തത്. ആ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് നമ്മളെ ടാർഗറ്റ് നമ്മൾ 47 ആയിരുന്നു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. 47 എന്നുള്ള ടാർഗറ്റ് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇത് പുതിയ ലെവൽസാണ്. നിങ്ങൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഏകദേശം എത്രയാണ് ലെവൽ ഉണ്ടായിരുന്നത്? 62 ആണ് നമ്മളെ മേലെ ഉണ്ടായിരുന്ന ലെവൽ അല്ലേ. 60 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ അപ്സൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെല്ല് നോക്കാൻ വേണ്ടി കൊടുത്ത ലെവൽ. അവിടെ നിന്നാണ് മാർക്കറ്റിൽ അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അവിടെ നിന്ന് നമുക്കൊരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 16 പോയിൻറ്റും സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 പോയിൻറ്റിൻ്റെ SL. ഓക്കെ, അതിനുശേഷം ആ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പക്ഷേ നമ്മളെ താഴത്തെ ലെവൽ എന്ന് പറയുന്നത് 47.51 എന്നുള്ള ലെവലായിരുന്നു. ആ ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രമാണുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 47.51 എന്നുള്ള ലെവലാണ് നമ്മുടെ താഴത്തെ ലെവൽ. കാരണം 62 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. പക്ഷേ 47.51 എന്നുള്ള ലെവൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല. ഓക്കെ, ഏകദേശം ഇതാണ് നമ്മളെ 51 എന്നുള്ള ലെവൽ. അവിടെ വരെ മാർക്കറ്റ് വന്നു. അതിനുശേഷം ഒരു 4.5 പോയിൻറ്റ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഈ 47 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 45ലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ലെവലിനെ പറ്റിയിട്ടുള്ള പറഞ്ഞത് ഞാൻ ഇന്നലത്തെ തന്നിരിക്കുന്ന ലെവൽസ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തന്ന ലെവൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 47 ബ്രേക്ക് ചെയ്തു. അതിനുശേഷം കറക്റ്റ് 51. ഓക്കെ, 51 എന്നുള്ളതായിരുന്നു നമ്മളെ ലെവൽ. അവിടെ നിന്നാണ് മാർക്കറ്റിൽ സെല്ല് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് 62 ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് 47 എന്നുള്ള ലെവൽ മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യണമായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ല. അവിടെ നിന്ന് മാർക്കറ്റ് നെഗറ്റീവായി. അതിനുശേഷം മാർക്കറ്റിൽ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം മാർക്കറ്റ് ഫോൾ ആയി. ഏകദേശം 60 പോയിൻ്റാണ് മാർക്കറ്റ് ഫോൾ ആയത്. അതും ജസ്റ്റ് ഒരു 5 പോയിൻറ്റിൻ്റെ SLലാണ് 60 പോയിൻറ്റ് മാർക്കറ്റ് ഫോൾ ആയത്.
ഏകദേശം 49-ൽ ഞാൻ ബൈ സെൽ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിന് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം ഇന്നലത്തെ നമ്മളെ ലെവൽ വോളിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള ലെവൽസാണ് ഈ ഒരു ലെവൽസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ട്രെൻഡ് എന്താണ്, നെഗറ്റീവാണ്. കാരണം മാർക്കറ്റ് എന്ത് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തു. ഈ 47 താഴെ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലുമാണ് നമുക്ക് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലെവലിൽ തന്നെ മാർക്കറ്റ് ഞാൻ ഓൾറെഡി മൾട്ടിബാങ്കിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 39 to 43 ലെവൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, 44 SL വെക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഫാൾ ചെയ്ത് ഇവിടെ ഒരു സെല്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം താഴത്തെ നമ്മളെ ലെവൽ എന്തായിരുന്നു, ഇതായിരുന്നു നമ്മളെ താഴത്തെ ലെവൽ. ഇന്ന് ഓപ്പൺ ചെയ്തത് സെയിം നമ്മളെ ലെവലിൽ തന്നെയാണ്. പക്ഷേ ഓപ്പണിംഗ് ആയാലും നമ്മൾ എന്തായാലും ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം 3:30-ക്കാണ് ഓപ്പൺ ആവുന്നത്. നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, കറക്റ്റ് നമ്മളെ ലെവലിൽ ടാപ്പ് ചെയ്തു. അവിടുന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 10 പോയിൻറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു, ക്യാൻഡിൽ ക്ലോസ് കിട്ടി, റീടെസ്റ്റ് എടുത്തു. കറക്റ്റ്. ഓക്കെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാവിലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലെവൽസ് മുഴുവനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കാത്ത ലെവലിനെ പറ്റി സംസാരിക്കാറില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ഫോൾ ചെയ്തു, കറക്റ്റ് ലെവലിൽ നിന്ന് ഫോൾ ചെയ്തു, അടുത്ത ലെവലിൽ കറക്റ്റ് ഹിറ്റായി. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 പോയിൻറ്റ് റിസ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 8-9 പോയിൻറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് പിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് എവിടെയാണ്, ഈ ലെവലിലാണ് വീണ്ടും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് നോക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കാം. ടാർഗറ്റ് ഓൾമോസ്റ്റ് 44-45 റേഞ്ചിൽ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഇനി ഇൻ കേസ് ഈ മാർക്കറ്റ് ഇത് തിരിച്ച് ഈ ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ, ഈ ലോ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ബൈ സെറ്റപ്പും മാർക്കറ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെവൽസുകൾ മാർക്ക് ചെയ്യുക. ഇത് നാളത്തേക്ക് മീൻസ് ഇന്ന് രാത്രി വാലിഡ് ആവുള്ളൂ, നാളത്തേക്ക് നമ്മൾ പുതിയ ലെവലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലെവൽസ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ ഇന്നലെ തന്ന ലെവൽ നിങ്ങൾക്ക് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ബൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു, സെല്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ നാളെയാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലെവലിൽ പോയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ നാളത്തേക്ക്, കാരണം ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് അല്ലേ, പുതിയ ബയേഴ്സ് സെല്ലേഴ്സ് എല്ലാം മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള ലെവൽസാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇന്ത്യ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യ മാർക്കറ്റിൽ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ 2 സ്ട്രൈക്ക് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോൾ ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പുട്ട് ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൾ ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ലെവൽ ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ ലെവൽ. ഓക്കെ, ഈ ലെവലിൻ്റെ മേലെ മാത്രമാണ് നമുക്ക് ബൈ പ്ലാനുള്ളൂ. 204-ൻ്റെ എബോ പോയി റീടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയത് താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സിയിനകത്ത് എൻട്രീസ് ഇല്ല, നമുക്ക് പിന്നകത്ത് മാത്രമാണ് എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ പിയുടെ ഇന്നലെ ഞാൻ കൊടുത്ത ലെവൽസ് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പിയുടെ ചാർട്ട്. 77,200-ൻ്റെ പുട്ടിൻ്റെ ചാർട്ടാണ് ഞാൻ കൊടുത്തത്. മാർക്കറ്റ് ഏകദേശം 827 ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് പയ്യെ വന്നു നമ്മളെ ലെവലിൽ ഓൾമോസ്റ്റ് വന്നത് ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ലെവൽ ഏകദേശം 11 മണിക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 1.25 മണിക്കൂറിന് ശേഷമാണ് നമ്മളെ ലെവലിലേക്ക് വന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഈ 2 ലെവൽസാണ്. ഈ ലെവലിന് താഴെ നമുക്ക് സെൽ സൈഡിലേക്കാണ് വ്യൂ. ഈ ഒരു ലെവൽ വരെ ഈ 2 സോണും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈ സോണാണ് വരുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബൈ എടുത്തിട്ട് ഒരിക്കലും ഇവിടെ സെൽ വെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത്, ഓക്കെ, ഈ 2 സോണിൽ നമ്മൾ 135 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2 ട്രേഡ് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏകദേശം 520-ലാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ട് 520-നകത്ത് എന്ന് പറഞ്ഞു. ഏകദേശം 504-ആണ് നമുക്ക് ക്യാൻഡിൽ ക്ലോസ് SL എന്ന് പറയുന്നത്. അപ്പം 500 വരും. അപ്പോൾ ഓൾമോസ്റ്റ് 20 പോയിൻ്റാണ് നമുക്ക് SL ആയിട്ട് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് ലെവലെന്ന് വന്നു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 500 പോയിൻ്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. 500 പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റ് വന്നു. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. അത് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരച്ചതാണെന്ന്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത മെസ്സേജ്, എത്ര ടൈമിലാണ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഏതാണ് ലെവൽ കൊടുത്തത്, ഇതിനകത്ത് ഒരു പോയിൻ്റ് പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൊടുത്ത ടൈം അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് തരുന്നതായിരിക്കും. കാരണം അവിടെ കൊടുക്കാത്ത, എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു ലെവലും ഞാൻ യൂട്യൂബിൽ പറയുന്നില്ല, പറയാൻ വേണ്ടി പോകില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടിൻ്റെ ലെവൽ ഏകദേശം ജസ്റ്റ് നമുക്കൊരു 10-15 പോയിൻറ്റ് റിസ്ക്കിലാണ്. ഏകദേശം 500 പോയിൻ്റാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ ലെവലിലും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അതിനുശേഷം ജസ്റ്റ് വേറൊരു സ്ട്രൈക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ് കൊടുത്തത്? 76,700. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് തന്നെ വരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചില ആളുകൾ വരച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വരക്കാൻ വേണ്ടി കൊടുത്ത ലെവൽസാണ്. ആ ഒരു ലെവൽ, അതിൻ്റെ സെക്കൻഡ് ഗ്യാപ്പ് ആയിരുന്നു ഈ ഒരു ലെവൽ. 250 മാർക്കറ്റ് വന്നു, ഏകദേശം 375 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഈ ഒരു ഡേ ബോഡി വെക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 120 പോയിൻറ്റിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു, ലെവൽ ബ്രേക്ക് ചെയ്തു. 2 ലെവലും മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഏകദേശം ഈ ഒരു സോണിലുള്ള ടൈമിലാണ് എനിക്കൊന്നത് 170 ഒരു 200 എന്തായാലും ഈ ഒരു ലെവലിൻ്റെ താഴെയുള്ള ടൈമിലാണ്. ഓക്കെ, 200ൻ്റെ താഴെയുള്ള സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2 ലെവലും എന്തെന്താ മാർക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ലെവലിൽ നമുക്ക് ഓൾറെഡി ട്രേഡ് ആക്റ്റീവാണ്. ഇതിനകത്ത് നെക്സ്റ്റ് പ്രീമിയത്തിനകത്ത്. പക്ഷേ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ ലെവൽസാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 2 ലെവൽ, താഴത്തുള്ള 2 ലെവലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് 1 മിനിറ്റിലെ ചാർട്ടാണ്. അതിനുശേഷം നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എന്ത് ചെയ്തു, റിജക്ഷൻ എടുത്തു മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ മേലെ ക്ലോസ് കിട്ടി അല്ലേ. 1, 2, 3, 4 ക്യാൻഡിൽ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്തു. കറക്റ്റ് നമ്മളെ ലെവൽ. ഓക്കെ, 153 ആണ് നമ്മുടെ താഴത്തെ ലെവൽ. ആ ലെവലിൽ ടാപ്പ് ചെയ്തു. നമ്മൾ SL എപ്പോഴും എന്താണ്, ഇവിടെ നമ്മൾ ബൈ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾ SL ഇതായിരിക്കും. ഇവിടെ നമ്മൾ ബൈ എടുത്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും SL ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോപ്പർ SL ഏതാണ്, 153 ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ബൈ എടുത്തിട്ട് ഒരിക്കലും കൊണ്ടുപോയി ഇവിടെ SL വെക്കത്തില്ല. ഇത് ഏറ്റവും ഡിസ്കൗണ്ടിലുള്ള ബൈ ആണ്. 153ൽ കറക്റ്റ് ടാപ്പ് ചെയ്തു. ഏകദേശം എന്താണ്, 162 എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് 10 പോയിൻ്റാണ് SL വരിക. അതിനുശേഷം എന്ത് ചെയ്തു, കറക്റ്റ് നമ്മളെ മാർക്കറ്റ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 375 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 പോയിൻറ്റ് റിസ്ക്കിലാണ് 375 പോയിൻറ്റ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ വരയ്ക്കാൻ കൊടുത്ത ലെവൽസാണ് ഈ ഒരു ലെവൽസ്. ഇത് ഓൾറെഡി ഞാൻ രാവിലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലെവൽസാണ്. ആ ലെവൽസിൻ്റെ നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പ്രോപ്പർ ക്ലോസിങ് കിട്ടി, കറക്റ്റ് റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് മാർക്കറ്റ് ഷൂട്ട് ചെയ്തു. എവിടെ വരെ പോയി, 517 വരെ മാർക്കറ്റ് പോയി. ഓക്കെ, അതിനുശേഷം വീണ്ടും ലെവൽസിൽ വന്നു 160 കറക്റ്റ് നമ്മളെ ലെവൽ. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ പിൻ പോയിൻറ്റിലാണ് നമ്മളെ ലെവൽ ടാപ്പ് ചെയ്ത് 164 ടാപ്പ് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ഏകദേശം 530 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ കൊടുത്ത ലെവൽസാണ്. കൊടുത്ത ലെവൽസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, കൊടുക്കാത്ത ലെവൽസ് ഒന്നും പറയുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഹീറോ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 രൂപയുള്ള പ്രീമിയമാണ്. ഏകദേശം 100-140 വരെ മൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 15,000 രൂപയുടെ റിസ്ക് എടുക്കാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് 1 ലാഖിന് മേലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ 5,000 രൂപ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപയുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കറക്റ്റ് ആ ലെവൽ വെച്ചിട്ട്. അപ്പോൾ അത്രത്തോളം ആക്യുറേറ്റ് ആണ് നമ്മുടെ ലെവൽ. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ കൊടുത്തത് SL അടിച്ചത് ഞാൻ പറയാതിരുന്നിട്ടില്ല, കൊടുക്കാത്തതിനെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലെവലിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ പുട്ടിൻ്റെ 2 സ്ട്രൈക്കാണ് ഞാൻ കൊടുത്തത്. ഇത് ഇന്നലെ കൊടുത്ത സ്ട്രൈക്കാണ്. അത് നിങ്ങൾ കണ്ടു എത്രത്തോളം വർക്ക് ചെയ്തെന്നുള്ളത്. ഇത് ഇന്ന് ലൈവിൽ കൊടുത്ത ഇതാണ്. ഫസ്റ്റ് നമ്മൾ ഈ ആപ്പായിരുന്നു. അതിനുശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്യപ്പോഴാണ് ഈ 2 ലെവൽ ഞാൻ ഇന്ന് ആഡ് ചെയ്ത് കൊടുത്ത ലെവലാണ്. അത് മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെയുള്ളപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലും ധൈര്യമായിട്ട് വന്നിട്ട് പറയാം. ഓക്കെ, അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു സ്ട്രൈക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഇന്നലത്തെ സ്ട്രൈക്കാണ് ഇത്. ഓൾറെഡി സെക്കൻഡ് ഗ്യാപ്പ് ഫസ്റ്റ് ഗ്യാപ്പ് ഇന്നലെ വരച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മേലെ പോയാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. ഇത് അപ്പോൾ അതിനുശേഷം ലൈവിൽ വരച്ച ഗ്യാപ്പാണ് ഈ 2 ഗ്യാപ്പ്. ഈ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗ്യാപ്പിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. വൺസ് ഇത് ബ്രേക്ക് ചെയ്തു അല്ലേ, നോക്കിക്കഴിഞ്ഞാൽ തന്നെ 11:53 ബ്രേക്ക് ചെയ്തു. ഒറ്റ ക്യാൻഡിൽ പോലും ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മാർക്കറ്റ് ഡയറക്റ്റായിട്ട് ഫാളാണ് ചെയ്തത് അല്ലേ. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ലെവലിൽ നിന്ന് എത്ര പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 145 പോയിൻറ്റ് മാർക്കറ്റ് ഫാൾ ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 10-300 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, സെൻസെക്സിൻ്റെ എക്സ്പയറാണ്. അപ്പോൾ അതിനകത്താണ് നമ്മളിന്ന് ട്രേഡ് കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിനകത്ത് അവിടെ കൊടുത്ത ഒരു സാധനം ഞാൻ അവിടെ പറയാതിരുന്നിട്ടില്ല. അവിടെ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത്രത്തോളം പവർഫുള്ളാണ്, ഇത്രത്തോളം ആക്യുറേറ്റ് ആണ് നമ്മൾ ലെവൽ. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഇടുന്ന ലെവൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് പുട്ട് സൈഡ് ട്രേഡ് ആക്റ്റീവായിരുന്നു. പക്ഷേ മാർക്കറ്റ് റീടെസ്റ്റ് തരാത്തതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് നമുക്ക് റീടെസ്റ്റ് തന്നു. നമുക്ക് പ്രോപ്പറായ SL ഉണ്ടായതുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും വോളിയം പ്രൊഫൈൽ കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. കാരണം നമ്മളെ ചാനൽ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വിലയിരുത്തൽ. കാരണം നമ്മുടെ ചാനലിലാകെ 70 അല്ലെങ്കിൽ 100 അത്ര വ്യൂസ് മാത്രമാണ് വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ കാരണം സ്വാഭാവികമായിട്ടും ചെറിയ ചാനലാണ്, ഇതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പവർഫുള്ളായ സംഭവമാണ്. അപ്പോൾ കാണുന്ന ആളുകൾ, ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീസ് ഒരു ട്രേഡറിന് ഒരു ദിവസം കൊടുക്കുന്ന ബ്രോക്കറേജ് ആ എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ,
ഫീസായിട്ട് നമ്മൾ ഈടാക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ ഇത്രയും പവർഫുള്ളായ സാധനം പഠിപ്പിച്ചത്. കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആകെ 2 ലെവൽ, ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ആകെ കൊടുത്തിട്ടുള്ള എത്രയാണ് ലെവലാണ് അല്ലേ, 2 ലെവൽ 3 ലെവൽ ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിന് പ്രോപ്പറായ SL വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആകെ ഉള്ളത് എന്താണ്, 2 സപ്പോർട്ട് സോൺ. അതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇത് റെസിസ്റ്റൻസ് ആയി മാറും. ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലാതെ ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് വേറൊരു സംഭവം നമ്മൾ അതിനകത്ത് നോക്കുന്നില്ല. ബാക്കിയുള്ള ആളുകൾ RSI കുറേ പരിപാടികൾ നോക്കുന്നുണ്ട്, നമ്മളൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ SL ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, ഗ്രൂപ്പിൽ ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.